നമസ്കാരം. നാട്ടുവർത്തമാനം ആരംഭിക്കുന്നു. ആദ്യം പ്രധാന വാർത്തകൾ. കോഴിക്കോട് മുക്കത്ത് കയർഫെഡിന്റെ ചകിരി ഫാക്ടറി തുറക്കുന്നു. പുതിയതായി നിർമ്മിച്ച ഷെഡിൽ ആധുനിക മെഷീനുകൾ. പശുവളർത്തലിൽ വിജയം നേടി കാസർകോട്ടെ യുവ കർഷകൻ. ക്ഷീരമേഖല മികച്ച ജീവിതമാർഗമെന്ന ഉദീഷ്. ഫാമിലുള്ളത് 22 പശുക്കൾ. കോഴിക്കോട് നരിക്കുനിയിൽ പാടം കർഷക കൂട്ടായ്മയുടെ വിജയഗാഥ. 2 ഏക്കർ നെൽകൃഷിയിൽ 100 മേനി വിളവ്. കൂട്ടായ്മയിലുള്ളത് സർക്കാർ ഉദ്യോഗസ്ഥരും വിരമിച്ചവരും. കാസർഗോഡ് തോയമൽ പാടശേഖരത്തിൽ മഴയിൽ വൻ കൃഷിനാശം. 10 ഏക്കറിൽ ഇറക്കിയ നെൽകൃഷി പൂർണ്ണമായും നശിച്ചു. അണക്കെട്ടിലെ വെള്ളം തുറന്നുവിട്ടതിൽ അപാകതയെന്ന് കർഷകർ. നാട്ടുവർത്തമാനത്തിലേക്ക് വിശദമായി. കോഴിക്കോട് മുക്കം വെസ്റ്റ് മാമ്പറ്റിയിൽ പ്രവർത്തിച്ചിരുന്ന കയർഫെഡിന്റെ ഡീഫൈബറിംഗ് യൂണിറ്റ് തുറക്കാൻ ഒരുങ്ങുന്നു. പുതിയതായി നിർമ്മിച്ച ഷെഡിൽ ആധുനിക മെഷീനുകൾ സ്ഥാപിച്ചാണ് പ്രവർത്തനം തുടങ്ങുക. മുക്കം നഗരസഭയിലെ വെസ്റ്റ് മാമ്പറ്റയിൽ 5 വർഷം മുമ്പ് വരെ പ്രവർത്തിച്ചിരുന്നതാണ് കയർഫെഡിന്റെ ഡീഫൈബറിംഗ് യൂണിറ്റ്. പിന്നീട് പല കാരണങ്ങളാൽ പ്രവർത്തനം നിലച്ചു. ഇപ്പോൾ വീണ്ടും പ്രവർത്തനം പുനരാരംഭിക്കുകയാണ്. ഇതിനായി 70 ലക്ഷം രൂപ ചെലവഴിച്ചാണ് പഴയ കെട്ടിടം പൊളിച്ചു നീക്കി പുതിയ കെട്ടിടം നിർമ്മിക്കുകയും ആധുനിക യന്ത്രങ്ങൾ വാങ്ങുകയും ചെയ്തത്. 1 മാസത്തിനകം മെഷീനുകൾ സ്ഥാപിച്ച് യൂണിറ്റ് തുറന്നു പ്രവർത്തിപ്പിക്കാനാകുമെന്നാണ് കയർഫെഡിന്റെ പ്രതീക്ഷ. ആദ്യഘട്ടത്തിൽ ഒരു ദിവസം 6000 മുതൽ 7000 തൊണ്ട് സംസ്കരിക്കാനും പിന്നീട് 15000 തൊണ്ട് വരെ ഒരു ദിവസം സംസ്കരിക്കുന്ന രീതിയിലേക്ക് സംസ്കരണ കേന്ദ്രത്തെ മാറ്റാനാണ് കയർഫെഡിന്റെ തീരുമാനം. ഉണ്ടായിരുന്ന ഡീഫൈബർ യൂണിറ്റ് കാലപ്പഴക്കം കൊണ്ടും ആധുനികവൽക്കരണം അല്ലാത്തതുകൊണ്ടും മാറ്റി പുതിയ രീതിയിലുള്ള മെഷീൻ സ്ഥാപിക്കാൻ ആവശ്യമായ ഏർപ്പാടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അതിനിപ്പോൾ കയർഫെഡ് ഗവൺമെൻറ്റിൻ്റെ സബ്സിഡി ഉൾപ്പെടെ 70 ലക്ഷം രൂപ ഈ ഡീഫൈബറിംഗ് യൂണിറ്റിന് വേണ്ടി മാത്രമേ ഇപ്പോൾ ചിലവഴിച്ചു. സിവിൽ വർക്കിനും മിഷനറിക്കെല്ലാം കൂടെ 1 മാസത്തിനിടയിൽ ഇപ്പോൾ ഇത് ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം പുതിയ ഫൈബർ ഇവിടെ ഉൽപ്പാദിപ്പിക്കാൻ ആവശ്യമായ ഏർപ്പാട് ഇവിടെ അടിയന്തരമായി ഉണ്ടാവും. 6000-7000 തൊണ്ട് ഒരു ദിവസമെങ്കിലും ഇവിടെ അടിക്കാൻ കഴിയുന്ന രീതിയിലേക്കുള്ള സംവിധാനമാണ് ആദ്യമായിട്ട് ആലോചിക്കുന്നത്. തുടർന്ന് ഒരു 15000 വരെ തൊണ്ട് അടിച്ച് ഫൈബർ ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്ന രീതിയിലേക്ക് ഇത് ആധുനികവൽക്കരിക്കാൻ ആവശ്യമായ സംവിധാനം ഉണ്ടാവും. കൂടാതെ ചകിരി സംസ്കരണ കേന്ദ്രത്തിന്റെ ബാക്കിയുള്ള സ്ഥലത്ത് കയർ ഭൂവസ്ത്രം നിർമ്മിക്കാനുള്ള 2 യൂണിറ്റ് സ്ഥാപിക്കുവാനും കോഴിക്കോട് ജില്ലയിലേക്ക് ആവശ്യമായ കയർ ഭൂവസ്ത്രം ഇവിടെ നിർമ്മിക്കുവാനും ആണ് തീരുമാനം. ഇതോടെ നേരത്തെ ഫാക്ടറിയിൽ ഉണ്ടായിരുന്ന തൊഴിലാളികൾക്ക് തൊഴിൽ ലഭിക്കുകയും പുതുതായി നിരവധി പേർക്ക് തൊഴിലവസരം സൃഷ്ടിക്കുകയും ചെയ്യുമെന്ന് കയർഫെഡ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ NK സുരേഷ് പറഞ്ഞു. വെസ്റ്റ് മാമ്പറ്റയിലെ യൂണിറ്റിലെ പ്രവർത്തനങ്ങൾ ഉദ്യോഗസ്ഥരെത്തി വിലയിരുത്തി. ന്യൂസ് 18 മുക്കം. കാസർഗോഡ് ഉദിനൂർ കുലോം കുളം നാടിന് സമർപ്പിച്ചു. ഉദിനൂർ ക്ഷേത്രപാലക ക്ഷേത്രത്തിന് സമീപത്തെ 40 സെന്റ് വിസ്തൃതിയുള്ള കുളമാണ് പുനർനിർമ്മിച്ചത്. 1.09 കോടി രൂപ ചെലവിൽ മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിലാണ് കുളം നവീകരിച്ചത്. ക്ഷേത്രപാലക ക്ഷേത്രത്തിന് സമീപം കോളവയൽ പാടശേഖരത്തിൽ 40 സെന്റിൽ പരന്നു കിടക്കുന്നതാണ് ഈ കുളം. 200 വർഷം പഴക്കമുള്ള കുളത്തിൽ വേനൽക്കാലത്തും വെള്ളം നിറഞ്ഞു നിൽക്കും. നാശത്തിന്റെ വക്കിലെത്തിയ കുളം അമൃത് സരോവർ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയതോടെയാണ് സംരക്ഷണത്തിന് വഴിതെളിഞ്ഞത്. 4 മീറ്ററോളം ആഴമുള്ള കുളത്തിന് 20 ലക്ഷം ലിറ്റർ സംഭരണ ശേഷിയുണ്ട്. കുളം നവീകരിച്ചതോടെ പരിസരത്തുള്ള ഏക്കർ കണക്കിന് സ്ഥലത്ത് നെൽകൃഷിയും ഇടവിള കൃഷിയായി പച്ചക്കറി കൃഷിയും ചെയ്യാനാകും. കുട്ടികൾക്ക് നീന്തൽ പരിശീലനത്തിനും നാട്ടുകാർക്ക് പ്രഭാത സായാഹ്ന സവാരികൾക്കും കുളവും പരിസരവും ഉപയോഗിക്കാം. വേനൽക്കാലത്ത് കുടിവെള്ളക്ഷാമം അനുഭവിക്കുന്ന പഞ്ചായത്തിലെ മറ്റ് സ്ഥലങ്ങളിലേക്ക് വെള്ളം വിതരണം ചെയ്യാനും കുളം ഉപയോഗപ്പെടുത്താനാകും. ശുദ്ധജലത്തിന്റെ ആവശ്യം, കാർഷികാവശ്യം, ക്ഷേത്രാവശ്യം തുടങ്ങി ബഹുമുഖമായ കാര്യങ്ങളിൽ നിർണായകമായ പങ്കുവഹിക്കുന്ന ഈ കുളം അതിൻ്റെ ആവശ്യകത എത്രയേറെ അനിവാര്യമായിരുന്നു എന്നതിൻ്റെ ജനകീയ ആവശ്യത്തിൻ്റെ ഹൃദയസ്പന്ദമാണ് ഇവിടെ പങ്കെടുത്ത ഈ സദസ്സ്. ന്യൂസ് 18 പടന്ന. കൽപ്പറ്റയിൽ നിന്ന് ന്യൂസ് 18 ടീമിനോടൊപ്പം ടി സിദ്ദിഖ്. കോഴിക്കോട് മുക്കത്ത് കൂട്ടവര സംഘടിപ്പിച്ചു. മുക്കം വെസ്റ്റിന്റെ ഭാഗമായാണ് പരിപാടി സംഘടിപ്പിച്ചത്. ജീവകാരുണ്യ സാംസ്കാരിക രംഗത്ത് വർഷങ്ങളായി പ്രവർത്തിക്കുന്ന മത്തായി ചാക്കോ പഠന ഗവേഷണ കേന്ദ്രത്തിന്റെ നേതൃത്വത്തിലാണ് കൂട്ടവര സംഘടിപ്പിച്ചത്. ജനുവരി 18 മുതൽ ഫെബ്രുവരി 5 വരെ മുക്കം അഗസ്ത്യമൊഴി ഗ്രൗണ്ടിലാണ് പരിപാടി സംഘടിപ്പിച്ചത്. ഇതിന്റെ ഭാഗമായാണ് എടവണ്ണ കൊയിലാണ്ടി സംസ്ഥാന പാതയോരത്ത് കൂട്ടവര സംഘടിപ്പിച്ചത്. 21 ചിത്രകാരന്മാർ പങ്കെടുത്തു. അങ്ങനെ ഈ മുക്കം ഫെസ്റ്റ് ഒരു ജനകീയ ഉത്സവമാക്കി മാറ്റി സമൂഹത്തിൽ ഇന്ന്
വലിയ തോതിൽ പടർന്നു പിടിച്ചുകൊണ്ടിരിക്കുന്ന ഭിന്നതകളെയും ഭിന്നസ്വരങ്ങളെയും അഭിപ്രായ വ്യത്യാസങ്ങളെയും എല്ലാം മറികടന്ന് ജനങ്ങളുടെ കൂട്ടായ്മയ്ക്ക് ഇതിനെല്ലാം പരിഹരിക്കാൻ കഴിയുമെന്ന് വലിയ സന്ദേശം നൽകുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ട് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഫെസ്റ്റിൽ ശാസ്ത്ര സാങ്കേതിക വ്യവസായ പ്രദർശനം, വ്യാപാരമേള, ഭക്ഷ്യമേള, അമ്യൂസ്മെന്റ് പാർക്ക്, പുസ്തകമേള, കലാ സാംസ്കാരിക സായാഹ്നങ്ങൾ എന്നിവയും നടത്തും. ന്യൂസ് 18 മുക്കം. ഉന്നത വിദ്യാഭ്യാസത്തെക്കുറിച്ച് ദിശാബോധം നൽകാൻ തൃത്താലയിൽ ദിശ ഹയർ സ്റ്റഡി എക്സ്പോയും ജോബ് ഫെസ്റ്റും സംഘടിപ്പിച്ചു. എൻലൈറ്റ് തൃത്താലയുടെ ഭാഗമായാണ് എക്സ്പോ നടത്തിയത്. ഉന്നത വിദ്യാഭ്യാസത്തെക്കുറിച്ച് ശരിയായ കാഴ്ചപ്പാടും ദിശാബോധവും മാർഗനിർദ്ദേശവും നൽകാനാണ് ദിശ എക്സ്പോ ഒരുക്കിയത്. തൃത്താല മണ്ഡലത്തിൽ നടപ്പാക്കുന്ന സമഗ്ര വിദ്യാഭ്യാസ പദ്ധതി എൻലൈറ്റ് തൃത്താലയുടെ ഭാഗമായാണ് ഹയർ സ്റ്റഡീസ് എക്സ്പോയും ജോബ് ഫെസ്റ്റും സംഘടിപ്പിച്ചത്. പൊതുവിദ്യാഭ്യാസ വകുപ്പിന് കീഴിലുള്ള ഹയർ സെക്കൻഡറി ഡയറക്ടറേറ്റിലെ കരിയർ ഗൈഡൻസ് ആൻഡ് അഡോളസന്റ് കൗൺസിലിംഗ് സെല്ലിന്റെ സഹകരണത്തോടെയാണ് ദിശ ഹയർ സ്റ്റഡീസ് എക്സ്പോ സംഘടിപ്പിച്ചത്. കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലോക്കൽ അഡ്മിനിസ്ട്രേഷൻ, കുടുംബശ്രീ മിഷൻ എന്നിവയുടെയും പങ്കാളിത്തത്തോടെയാണ് പ്രദർശനം ഒരുക്കിയത്. ഡിജിറ്റൽ സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ സജി ഗോപിനാഥ് വിഷയാവതരണം നടത്തി. പരിപാടിയുടെ ഭാഗമായി ഭരണഘടനയുടെ വർത്തമാനം, ഇന്ത്യയുടെ ഭാവി എന്ന വിഷയത്തിൽ സെമിനാറും നടന്നു. സംസ്ഥാനത്തെ വിവിധ സർവകലാശാലകൾ ഉൾപ്പെടെ വിവിധ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ സ്റ്റാളുകൾ പ്രദർശനത്തിൽ ഒരുക്കി. ന്യൂസ് 18 പട്ടാമ്പി. കോഴിക്കോട് നിന്നും ന്യൂസ് 18ക്ക് വേണ്ടി വിനോദ് കൗർ. ഇടുക്കി ശാന്തൻപാറ ബസ് സ്റ്റാൻഡിന്റെ ഉദ്ഘാടനം നടന്നു. നിർമ്മാണം നടത്തി 2 പതിറ്റാണ്ടിന് ശേഷമാണ് ബസ് സ്റ്റാൻഡ് പൊതുജനങ്ങൾക്കായി തുറന്നുകൊടുത്തത്. 2000-ലാണ് പൂപ്പാറ കുമളി സംസ്ഥാന പാതയോട് ചേർന്ന് ശാന്തൻപാറയിൽ സ്ഥലമേറ്റെടുത്ത് ബസ് സ്റ്റാൻഡ് നിർമ്മാണം തുടങ്ങിയത്. പഞ്ചായത്തിന്റെ ആസ്തി വികസന ഫണ്ട്, MLA, MP ഫണ്ടുകൾ എന്നിവ ഉൾപ്പെടെ 80 ലക്ഷത്തോളം രൂപ മുടക്കിയാണ് ബസ് സ്റ്റാൻഡ് നിർമ്മിച്ചത്. കംഫർട്ട് സ്റ്റേഷനും കടമുറികളും ഉൾപ്പെടെയുള്ള അടിസ്ഥാന സൗകര്യങ്ങളും ഒരുക്കി. എന്നാൽ വൈദ്യുതി കണക്ഷൻ ലഭിക്കാതെ വർഷങ്ങളോളം സ്റ്റാൻഡ് ഉപയോഗശൂന്യമായി കിടന്നു. ഗതാഗത വകുപ്പിന്റെ അനുമതി ലഭിക്കാത്തതും സ്റ്റാൻഡിന്റെ പ്രവർത്തനം തുടങ്ങാൻ തടസ്സമായി. കഴിഞ്ഞ ജൂണിൽ ചേർന്ന പഞ്ചായത്ത് കമ്മിറ്റി യോഗത്തിൽ ബസ് സ്റ്റാൻഡ് പ്രവർത്തനം ആരംഭിക്കണമെന്നും ഇതിനായി മോട്ടോർ വാഹന വകുപ്പ് അനുമതി നൽകണമെന്നും ആവശ്യമുയർന്നു. ഇത് സംബന്ധിച്ച് മോട്ടോർ വാഹന വകുപ്പിന് പഞ്ചായത്ത് കത്ത് നൽകുകയും ചെയ്തു. RDOയുടെ നേതൃത്വത്തിൽ യോഗം ചേരുകയും തുറന്ന് പ്രവർത്തിക്കുന്നതിനുള്ള അനുമതി പഞ്ചായത്തിന് ലഭിക്കുകയും ചെയ്തു. ഇതോടെ നവീകരണം നടത്തി ബസ് സ്റ്റാൻഡ് പൊതുജനങ്ങൾക്കായി തുറന്നു നൽകി. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കേന്ദ്രമാണ് ശാന്തൻപാറ ഗ്രാമപഞ്ചായത്ത്. ശാന്തൻപാറ ഗ്രാമപഞ്ചായത്തിന് സ്വന്തമായി ഒരു ബസ് സ്റ്റാൻഡ് തന്നെ നിർമ്മിച്ച് നൽകിയിരിക്കുന്നു. ഇതുവഴി വരുന്ന ബസ് ജനങ്ങളുടെ സൗകര്യത്തിന്, യാത്രക്കാരുടെ സൗകര്യത്തിന് ഇവിടെല്ലാം കയറ്റി വലിയ തോതിൽ അവർക്ക് ഇവിടെ ഒരു ആശ്വാസം, ഒരു ചായയെല്ലാം കുടിച്ചിട്ട് അല്പം വിശ്രമിച്ചിട്ട് യാത്ര തുടരാനുള്ളൊരു അവസരമാണ് ഈ നവീകരിച്ച പുതിയ ബസ് സ്റ്റാൻഡ് കൊണ്ട് ഉണ്ടാകുന്നെന്ന കാര്യം. ഉദ്ഘാടനത്തെ തുടർന്ന് സ്റ്റാൻഡിലേക്ക് എത്തിയ ബസ്സുകൾക്കും ജീവനക്കാർക്കും സ്വീകരണവും നൽകി. ന്യൂസ് 18 നെടുങ്കണ്ടം. കാർഷിക കേരളം. പശു വളർത്തലിലൂടെ വിജയം നേടി കാസർഗോഡ് തോയമ്മലിലെ യുവ കർഷകൻ ഉദീഷ്. പഠനകാലം മുതലുള്ള താൽപര്യമാണ് ഉദീഷിനെ മികച്ച ക്ഷീരകർഷകനാക്കുന്നത്. 22 പശുക്കളെയാണ് ഉദീഷ് വളർത്തുന്നത്. 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന കാലം മുതൽ വീട്ടിലുണ്ടായിരുന്ന 2 പശുക്കളെ മേയിച്ചിരുന്നത് ഉദ്ദേശാണ്. പശുപരിപാലനത്തിലെ താൽപര്യമാണ് ഇന്ന് 22ഓളം പശുക്കളുള്ള ഫാമിന് ഉടമയാക്കി മാറ്റിയത്. ദിവസവും 80 ലിറ്റർ പാൽ ലഭിക്കുന്നുവെന്നത് കഴിഞ്ഞ 10 വർഷമായി ക്ഷീരകാർഷിക മേഖലയിൽ നിലനിർത്താൻ പ്രേരിപ്പിച്ചു. HF, ജേഴ്സി, ഗീർ, സായ്വാൾ എന്നീ ഇനങ്ങളിൽപ്പെട്ട പശുക്കളാണ് വീടിനോട് ചേർന്നുള്ള ഫാമിലുള്ളത്. പശു വളർത്തലിനൊപ്പം നെൽകൃഷിയുമുള്ളതിനാൽ വൈക്കോലിന് ക്ഷാമവുമില്ല. വൈകിട്ട് 3 മണിക്ക് പശുക്കളെ കറന്നു കഴിഞ്ഞാൽ പച്ചപ്പുല്ല് ശേഖരണത്തിനായി ഉദ്ദേശ് ഇറങ്ങും. പാരമ്പര്യ കൃഷിയായിരുന്നു, അങ്ങനെ ആ രീതിയിലാണ്. പിന്നെ നല്ലൊരു താല്പര്യമാണെങ്കിൽ അങ്ങനെ ചെയ്യുന്നു. വീട്ടിലെ ആവശ്യക്കാർ വരും, പിന്നെ സൊസൈറ്റി കൊടുക്കും, തൈരുണ്ടാക്കും, മോരുണ്ടാക്കും. ഇതെല്ലാം ഇവിടെ തന്നെ കുത്തിവെച്ചിട്ട് ഇങ്ങനെ പ്രസവിച്ചിട്ട് അങ്ങനെ ഉണ്ടായിരുന്നു. ആദ്യം 1-2 ഉണ്ടായി, പിന്നെ കുത്തിവെച്ചിട്ട് അങ്ങനെ കുഞ്ഞുങ്ങളുണ്ടായി. ഈ മേഖലയെക്കുറിച്ച് ചോദിക്കുമ്പോൾ നഷ്ടത്തിന്റെയും പ്രതിസന്ധികളുടെയും കാര്യങ്ങൾ ഉദ്ദേശിച്ച് പറയാനില്ല. കാഞ്ഞങ്ങാട് നഗരസഭയിൽ ഇത്രയേറെ പശുക്കളെ വളർത്തുന്ന യുവ കർഷകർ വേറെയുമില്ല. ന്യൂസ് 18 കാസർഗോഡ്. അന്യമാവുന്ന കാർഷിക സംസ്കാരം തിരിച്ചുപിടിക്കാനും നെൽപ്പാടങ്ങൾ സംരക്ഷിക്കാനും കോഴിക്കോട് നരിക്കുനിയിൽ രൂപീകരിച്ച പാടം കർഷക കൂട്ടായ്മ ജൈത്രയാത്ര തുടരുന്നു. സർക്കാർ ഉദ്യോഗസ്ഥരും വിരമിച്ചവരും ഉൾപ്പെടെയുള്ള 20-അംഗ സംഘമാണ് കാർഷിക രംഗത്ത് വിപ്ലവം തീർക്കുന്നത്. 2 ഏക്കറോളം വരുന്ന വയലിലെ നെൽകൃഷിക്ക് 100 മേനി വിളവാണ് ലഭിച്ചത്.
നരിക്കുനി പഞ്ചായത്തിലെ വിവിധയിടങ്ങളിലെ വയലുകളും പറമ്പുകളും ഏറ്റെടുത്ത് കാർഷിക വിപ്ലവം തീർക്കുന്നതിനായി പാടം കർഷക കൂട്ടായ്മ എന്ന പേരിലാണ് 20-അംഗ സംഘം കൈകോർത്തത്. സർക്കാർ ഉദ്യോഗസ്ഥരും സർവീസിൽ നിന്ന് വിരമിച്ചവരും സാധാരണക്കാരുമെല്ലാം ഈ കൂട്ടത്തിലുണ്ട്. നരിക്കുനി ടൗണിനോട് ചേർന്നുള്ള 2 ഏക്കറോളം പാടം ഏറ്റെടുത്ത് നെല്ല് വിളയിച്ചപ്പോൾ ഇവർക്ക് ലഭിച്ചത് 100 മേനി വിളവാണ്. ജോലിയിൽ നിന്ന് റിട്ടയർ ചെയ്തവരുണ്ട്, ഗവൺമെന്റ് ജോലിയിലുള്ളവരുണ്ട്, കൃഷിക്കാരുണ്ട്. അങ്ങനെ 20 പേർ ചേർന്ന ഒരു കാർഷിക കൂട്ടായ്മ പാടം എന്ന പേരിൽ ഞങ്ങൾ ആരംഭിച്ചു. ഇപ്പോൾ നരിക്കുനിയിൽ വെറുതെ കിടക്കുന്ന തരിശായി കിടക്കുന്ന പ്രദേശങ്ങളിൽ മുഴുവൻ കൃഷി ചെയ്യുകയാണ്. ചേന, ചേമ്പ്, അതുപോലെ കഴിഞ്ഞ ഓണത്തിന് നല്ല പൂക്കൃഷി, ഇപ്പം നെല്ല്, വാഴ എല്ലാ കൃഷിയുണ്ട്. നേരത്തെ നരിക്കുനി കൃഷി ഓഫീസറും ഇപ്പോൾ കൃഷി അസിസ്റ്റന്റ് ഡയറക്ടറുമായ ദാന മുനീറും ഈ സംഘത്തിലുണ്ട്. മികച്ച കൃഷി ഓഫീസർക്കുള്ള സംസ്ഥാന സർക്കാരിന്റെ പുരസ്കാരം ലഭിച്ച ദാന മുനീറിന്റെ മേൽനോട്ടം ഇവരുടെ കാർഷിക വിപ്ലവത്തിന് കരുത്ത് പകരുന്നു. നരിക്കുനി പഞ്ചായത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ തരിശായി കിടന്ന ഒട്ടേറെ ഭൂമികൾ പലവിധ കൃഷിക്കായി ഈ ഒരു കൂട്ടായ്മ ഉപയോഗപ്പെടുത്തുകയും അന്യം നിന്ന് പോയ കിഴങ്ങ് വർഗ്ഗങ്ങളടക്കം നെല്ലും പച്ചക്കറിയും വാഴയും ഓണത്തിന് പൂക്കളടക്കം ഒട്ടനവധി മുന്നേറ്റങ്ങൾ കാർഷിക മേഖലയിൽ നരിക്കുനി പഞ്ചായത്തിൻ്റെ ആഭിമുഖ്യത്തിൽ നരിക്കുനി കൃഷിഭവൻ്റെ സഹായത്തോടെ അല്ലെങ്കിൽ നരിക്കുനി കൃഷിഭവൻ്റെ ആഭിമുഖ്യത്തിൽ നടപ്പിലാക്കാൻ ഈ ഒരു കൂട്ടായ്മയ്ക്ക് കഴിഞ്ഞിട്ടുണ്ടെന്നുള്ളതാണ് എടുത്തു പറയേണ്ട നേട്ടം. വിവിധ ഇനം പച്ചക്കറികളും ഇവർ വിളയിക്കുന്നുണ്ട്. നെല്ല് കൊയ്തെടുത്ത പാടത്ത് പച്ചക്കറികൾ കൃഷി ചെയ്യാനാണ് ഇവരുടെ തീരുമാനം. കൊയ്ത്തുത്സവം നരിക്കുനി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജൗഹർ പൂമംഗലം ഉദ്ഘാടനം ചെയ്തു. പാടം കാർഷിക കൂട്ടായ്മ പ്രസിഡന്റ് PK ഹരിദാസൻ അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷിഹാന, ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് CP ലൈല, സഹകരണ ബാങ്ക് പ്രസിഡന്റ് C മനോജ്, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ മൊയ്തി നേരോത്ത്, TK സുനിൽകുമാർ, K സുബൈദ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് 18 നരിക്കുനി. കാസർഗോഡ് തോയമൽ പാടശേഖരത്തിൽ കാലം തെറ്റി പെയ്ത മഴയിൽ 10 ഏക്കറിൽ ഇറക്കിയ നെൽകൃഷി പൂർണ്ണമായും നശിച്ചു. വയലിൽ നിറഞ്ഞ വെള്ളം അണക്കെട്ടിലേക്ക് വഴിതിരിച്ചുവിടാൻ അധികൃതർ തയ്യാറാകാത്തത് കാരണം ഒരാഴ്ച മുൻപ് നട്ട ഞാറ് മുഴുവൻ ചീഞ്ഞളിഞ്ഞ നിലയിലാണ്. കാഞ്ഞങ്ങാട് തോയമൽ പാടശേഖരത്തിലാണ് മഴവെള്ളം കെട്ടിക്കിടന്ന് 10 ഏക്കറിലെ ഞാറുകൾ നശിച്ചത്. വെള്ളം ഒഴുക്കിവിടുന്ന കാര്യത്തിൽ ഉദ്യോഗസ്ഥർക്ക് വീഴ്ച സംഭവിച്ചതായി കർഷകർ ആരോപിക്കുന്നു. ഞാറുകൾ വെള്ളക്കെട്ടിലായ കാര്യം ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരെ അറിയിച്ചെങ്കിലും നടപടിയൊന്നും ഉണ്ടായില്ലെന്ന് കർഷകർ പറയുന്നു. ഇതിന് നമ്മൾ കുറേ ബുദ്ധിമുട്ടിട്ടാണ് ഈ കൃഷി ചെയ്തത്. ലോണും കാര്യങ്ങളും എടുത്തിട്ടാണ് ഈ കൃഷി ചെയ്യുന്നത്. പക്ഷേ ഈ വെള്ളം ഉദ്യോഗസ്ഥന്മാർ അനാസ്ഥ കാരണം നമുക്കിപ്പോൾ ആ കൃഷി മൊത്തം നശിച്ചു. ഇനി നമുക്ക് അതിനോട്ട് മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. അപ്പോൾ അതിൻ്റെ പ്രതിവിധി എന്താണെന്ന് വെച്ചാൽ ഉദ്യോഗസ്ഥന്മാരും ഗവൺമെൻറ്റും നമുക്ക് ചെയ്ത് ഈ പല ഇടേണ്ട സ്ഥലത്ത് കറക്റ്റ് സമയത്ത് ഇളക്കിയില്ല. പല ഫുള്ള് വെള്ളം ഇവിടെ കെട്ടിക്കിടക്കുന്നു. മുട്ടർക്കാല അണക്കെട്ടിൻ്റെ എടുക്കുന്നത് വെള്ളം അവർ ഷട്ടർ അടച്ചിട്ടുണ്ട്. അതിൻ്റെ ഇടയിലെ വെള്ളം ലീക്കായിട്ട് പുറത്ത് വരുന്നത്. ആ വെള്ളം കൊണ്ട് നമുക്കിത് വെള്ളം വലിയുന്നില്ല പറഞ്ഞാൽ അതിന് സംവിധാനമുണ്ട്, പക്ഷേ അവരത് ചെയ്യുന്നില്ല. ഇപ്പോൾ 10-12 ദിവസമായി കെട്ടിക്കിടക്കുന്നത്. ഇതുവരെ അന്വേഷിച്ച ഒരു ഉദ്യോഗസ്ഥന്മാരോ ഒരു ഡിപ്പാർട്ട്മെൻറ്റോ ആരും ഇതുവരെ വന്നിട്ടില്ല. മുട്ടറക്കാൽ അണക്കെട്ടിലെ ഷട്ടറുകൾക്കിടയിലൂടെ വെള്ളം പാടശേഖരത്തെത്തിയിരുന്നു. വെള്ളം കെട്ടിക്കിടന്ന വയലിൽ പായലും വന്നു തുടങ്ങി. ബാങ്കുകളിൽ നിന്നും വായ്പയെടുത്തും സ്വർണം പണയം വെച്ചും നെൽകൃഷി ഇറക്കിയ കർഷകരാണ് ഇപ്പോൾ ദുരിതത്തിലായിരിക്കുന്നത്. ന്യൂസ് 18 കാസർഗോഡ്. തിരുവനന്തപുരത്ത് നിന്നും ന്യൂസ് 18 വേണ്ടി ഭാഗ്യലക്ഷ്മി. വയനാട്ടിൽ വന്യമൃഗശല്യം രൂക്ഷമായ പ്രദേശങ്ങളിൽ കൃത്യനിർവഹണത്തിനെത്തുന്ന ഉദ്യോഗസ്ഥരെ തടസ്സപ്പെടുത്തുന്നവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്ന് ജില്ലാ കളക്ടർ ഡോക്ടർ രേണുരാജ്. മനുഷ്യ വന്യജീവി സംഘർഷം പരിഹരിക്കാൻ ജനങ്ങളുടെ സഹകരണം വേണമെന്നും കളക്ടർ പറഞ്ഞു. അതേസമയം കാലഹരണപ്പെട്ട വനനിയമങ്ങൾ മാറ്റിയെഴുതണമെന്ന വയനാട് കളക്ടറേറ്റിൽ ചേർന്ന സർവകക്ഷി യോഗത്തിൽ ജനപ്രതിനിധികളും ആവശ്യപ്പെട്ടു. വയനാട് വാഗേരിയിൽ കടുവയുടെ ആക്രമണത്തിൽ യുവ കർഷകൻ കൊല്ലപ്പെട്ടതുൾപ്പെടെ ജില്ലയിലെ വിവിധയിടങ്ങളിൽ വന്യമൃഗശല്യം രൂക്ഷമാണ്. മൂടക്കൊല്ലിയിലടക്കം ജനങ്ങൾ വനംവകുപ്പ് ഉദ്യോഗസ്ഥരുമായി സംഘർഷത്തിലേർപ്പെടുന്ന സാഹചര്യം വരെയുണ്ടായി. ഈ പശ്ചാത്തലത്തിലാണ് കളക്ടറേറ്റിൽ സർവകക്ഷി യോഗം ചേർന്നത്. സ്വതന്ത്രമായി ജോലി ചെയ്യാനാവാത്ത വിധം ഒരു ചെറിയ വിഭാഗം ആസൂത്രിതമായി പ്രവർത്തിക്കുന്നതായും വനിതാ ജീവനക്കാരിയടക്കം മോശമായ ഭാഷയിലാണ് ഇക്കൂട്ടർ സംസാരിക്കുന്നതെന്നും വനംവകുപ്പ് ഉദ്യോഗസ്ഥർ യോഗത്തിൽ ചൂണ്ടിക്കാട്ടി. ഇത്തരക്കാർക്കെതിരെ കർശന നടപടി ഉണ്ടാകുമെന്ന് കളക്ടർ യോഗത്തിൽ വ്യക്തമാക്കി. അപ്പോൾ ആളുകളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്ന പ്രയാസങ്ങൾ, അവരുടെ വികാരപ്രകടനങ്ങൾ തീർച്ചയായും പൂർണ്ണമായും നമ്മൾ ഉൾക്കൊള്ളുന്നു. അതോടൊപ്പം ഈ ദൗത്യം പൂർത്തീകരിക്കുന്നതിന് ഉദ്യോഗസ്ഥർക്ക് ജോലി ചെയ്യുന്നതിനുള്ള ഒരു സാഹചര്യം ഒരുക്കി കൊടുക്കണമെന്ന്
പ്രത്യേകിച്ച് വനിതാ ജീവനക്കാർ ഉൾപ്പെടെയുള്ള ആളുകളോട് അസഭ്യം പോലെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിൽ നിന്നും പിന്തിരിയണമെന്നുമാണ് അഭ്യർത്ഥിക്കാനുള്ളത്. എന്നാൽ ജനങ്ങളെ വിശ്വാസത്തിലെടുക്കാതെ പ്രശ്നപരിഹാരമുണ്ടാവില്ലെന്നും കാലഹരണപ്പെട്ട വനനിയമങ്ങൾ മാറ്റിയെഴുതണമെന്നും രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളും യോഗത്തിൽ നിലപാടെടുത്തു. സർവകക്ഷി യോഗത്തിലെ നിർദ്ദേശങ്ങൾ സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെടുത്തുമെന്നും മാസ്റ്റർ പ്ലാൻ സംബന്ധിച്ച ചർച്ചകൾക്ക് ഉടൻ നടപടി സ്വീകരിക്കുമെന്നും ജില്ലാ കളക്ടർ അറിയിച്ചു. ന്യൂസ് 18 വയനാട്. മലയോര ഹൈവേയിൽ അപകടങ്ങൾ പതിവാകുന്ന സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കുന്നതിൽ അധികൃതർ പരാജയമെന്നാണ് നാട്ടുകാരുടെ ആരോപണം. മലയോര ഹൈവേയുടെ ഭാഗമായ കട്ടപ്പന കുട്ടിക്കാനം റോഡിലാണ് അപകടങ്ങൾ പതിവാകുന്നത്. മലയോര ഹൈവേയുടെ ഭാഗമായി ആദ്യഘട്ടം കുട്ടിക്കാനം മുതൽ ചപ്പാത്ത് വരെയുള്ള ഭാഗം റോഡ് ഉന്നത നിലവാരത്തിൽ അടുത്തിടെയാണ് നിർമ്മാണം പൂർത്തിയായത്. ഇത് ഇടുക്കിയുടെ ഗതാഗത രംഗത്ത് വലിയ മാറ്റത്തിന് കാരണമായി. എന്നാൽ റോഡ് മെച്ചപ്പെട്ടതോടെ ഇപ്പോൾ കുട്ടിക്കാനം മുതൽ ചപ്പാത്ത് വരെയുള്ള ഭാഗത്ത് അപകടങ്ങൾ തുടർക്കഥയാണ്. ചെറുതും വലുതുമായ നിരവധി അപകടങ്ങളാണ് ദിവസേന സംഭവിക്കുന്നത്. ശബരിമല തീർത്ഥാടകരുടെ വാഹനങ്ങൾ ഉൾപ്പെടെ അടുത്തിടെ നിരവധി അപകടങ്ങൾ ഈ മേഖലയിലുണ്ടായി. എന്നാൽ ഈ പദ്ധതി പൂർത്തിയായതിനു ശേഷം അപകടങ്ങളുടെ ഒരു പരമ്പര തന്നെയാണ്. എല്ലാ ദിവസങ്ങളിലും തന്നെ അപകടങ്ങൾ ഉണ്ടാകുന്നു. നമ്മളുടെ പോലീസ് ഡിപ്പാർട്ട്മെന്റിന്റെ ഹൈവേ പെട്രോളിങ്ങോ കാര്യങ്ങളോ അതുപോലെ തന്നെ ലൈറ്റ് കാര്യങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും തന്നെ ഇല്ല. അത് നമുക്ക് ഈ സ്പീഡ് കുറച്ച് പോകാൻ വേണ്ടി ഹൈവേയിൽ വെക്കുന്ന പോലെയുള്ള സിഗ്നൽ സംവിധാനങ്ങൾ അതെല്ലാം ചെയ്യേണ്ടതായിരുന്നു. അതൊന്നും ചെയ്തിട്ടില്ലാത്തതുകൊണ്ടാണ് നിരവധി അപകടങ്ങൾ എല്ലാ ദിവസവും തന്നെ അപകടങ്ങൾ ഉണ്ടാകുന്നു. ഭാഗ്യത്തിന് അങ്ങനെയുള്ള മരണവും കാര്യങ്ങളും അങ്ങനെ ഉണ്ടാകുന്നില്ല. എങ്കിൽ പോലും അപകടങ്ങളുടെ ഒരു പരമ്പര തന്നെയാണ്. അതുകൊണ്ട് അധികൃതർ അടിയന്തരമായി ഇടപെടണമെന്നാണ് നമ്മൾക്ക് ആവശ്യപ്പെടാനുള്ളത്. എന്നാൽ അപകടങ്ങൾ പതിവാകുമ്പോഴും സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കാൻ പൊതുമരാമത്ത് വകുപ്പും പോലീസും മോട്ടോർ വാഹന വകുപ്പും തയ്യാറാവുന്നില്ലെന്നാണ് നാട്ടുകാരുടെ പരാതി. അമിത വേഗതയാണ് അപകടങ്ങൾക്ക് കാരണം. എന്നാൽ പരിശോധനകൾ നടത്തുവാനോ വേഗത നിയന്ത്രിക്കുവാനോ ആവശ്യമായ നടപടികളില്ല. വളർത്തുമൃഗങ്ങളെ റോഡിലേക്ക് ഇറക്കി വിടുന്നതും പലപ്പോഴും അപകടത്തിന് കാരണമാകുന്നുണ്ട്. ന്യൂസ് 18 ഇടുക്കി. തിരുവനന്തപുരം കണിയാപുരത്ത് എലിവേറ്റഡ് ഹൈവേ നിർമ്മിക്കണമെന്ന ആവശ്യം ശക്തം. ഇതിനായി നാട്ടുകാരുടെ നേതൃത്വത്തിൽ കണിയാപുരം ഡെവലപ്മെന്റ് ഓർഗനൈസേഷൻ എന്ന പേരിൽ ആക്ഷൻ കൗൺസിൽ രൂപീകരിച്ചു. 6 വരി ദേശീയപാത നിർമ്മാണം പുരോഗമിക്കുന്ന കണിയാപുരത്ത് ഇരുഭാഗവും അടച്ചുള്ള നിർമ്മാണം നിർത്തിവെക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ജനങ്ങൾക്കാകെ ഉപകാരവും സൗകര്യപ്രദവുമാകുന്ന രീതിയിൽ എലിവേറ്റഡ് ഫ്ലൈ ഓവർ നിർമ്മിക്കണമെന്നാണ് ആവശ്യം. ഇക്കാര്യം ഉന്നയിച്ച് കേന്ദ്ര ഗതാഗത മന്ത്രിക്കും ദേശീയപാത അതോറിറ്റിക്കും ആക്ഷൻ കൗൺസിൽ പരാതിയും നൽകി. ഇവിടെ ഈ റോഡ് ഹൈവേ 2 സൈഡും 8 മീറ്ററോളം ഉയർത്തി ജനങ്ങൾക്ക് സഞ്ചാരയോഗ്യമല്ലാത്ത രീതിയിലാണ് ഇവിടെ റോഡ് കെട്ടിക്കൊണ്ടു പോകുന്നത്. അതിനെതിരെ ഞങ്ങളുടെ ഈ ടൗൺഷിപ്പ് തിരുവനന്തപുരം ജില്ല വിട്ടുകഴിഞ്ഞാൽ ഏറ്റവും അതിവേഗം വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥലമാണ് കണിയാപുരം. ആ കണിയാപുരത്തിൻ്റെ വളർച്ചയെ മുരടിപ്പിക്കാനാണ് ഈ 18 മീറ്ററോളം ഉയരത്തിൽ റോഡ് ഉയർത്തിയിട്ട് ഈ ഭാഗത്തെ 2ആയി വേർതിരിക്കുന്നത്. വരുന്ന മഴയത്ത് ഇവിടെ വെള്ളപ്പൊക്കം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. സ്കൂളിലും കോളേജുകളിലും പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ കഴിയുന്നില്ല. ഇവിടുത്തെ ടൗൺഷിപ്പ് തന്നെ അവസാനിക്കുകയാണ്. കാരണം ലക്ഷങ്ങൾ മുടക്കിയാണ് ഇവിടുത്തെ ചെറുകിട വ്യാപാരികൾ ഇവിടെ ബിൽഡിംഗ് വാടകയ്ക്കെടുത്ത് കച്ചവടം തുടങ്ങിയത്. പക്ഷേ ഇവിടെ ഈ റോഡ് ഈ രീതിയിലാണ് ഉയർത്തുന്നതെങ്കിൽ ഇവിടെ ഈ കച്ചവടം മുരടിക്കുകയും ഇവിടുത്തെ ടൗൺഷിപ്പ് അവസാനിപ്പിക്കുകയും ചെയ്തു പോകും എന്നുള്ള ഭയം കൊണ്ടാണ് ഞങ്ങൾ ഈ സമരമുഖത്തുള്ളത്. ഇപ്പോഴുള്ള നിർമ്മാണം തുടർന്നാൽ കണിയാപുരത്തെ ജനങ്ങളെയും വ്യാപാരികളെയും വിഭജിക്കുന്ന രീതിയിലായി മാറും എന്നാണ് പരാതി. ഈ ആവശ്യമുന്നയിച്ച് കണിയാപുരം ഡെവലപ്മെന്റ് ഓർഗനൈസേഷന്റെ നേതൃത്വത്തിൽ സമരം നടത്തും. ന്യൂസ് 18 കണിയാപുരം. കൈവശമുള്ള വസ്തുവിന് പട്ടയം നിഷേധിച്ചതിൽ തൊടുപുഴയിൽ 73-കാരിയുടെ ഒറ്റയാൾ സമരം. തൊടുപുഴ കുറിച്ചിപ്പാടം സ്വദേശി അമ്മിണിയാണ് തൊടുപുഴ താലൂക്ക് ഓഫീസിന് മുന്നിൽ കുത്തിയിരിപ്പ് സമരം ആരംഭിച്ചത്. 1975 മുതൽ കലയന്താനി പാത്തിക്കപ്പാറ ഭാഗത്ത് സർക്കാർ തരിശുഭൂമിയിൽ കുടിൽക്കെട്ടി താമസിച്ചു വരുന്നതാണ് അമ്മിണി. ആദ്യം 10 സെന്റ് ഉണ്ടായിരുന്നു. ഇപ്പോൾ അത് 4 സെന്റിലേക്ക് ചുരുങ്ങി. 1995 വെള്ളിയാമറ്റം പഞ്ചായത്തിൽ നിന്നും ചെറിയ വീടും ഈ സ്ഥലത്ത് നിർമ്മിച്ചു നൽകിയിട്ടുണ്ട്. വൈദ്യുതി കണക്ഷനും വീട്ടു നമ്പറിൽ റേഷൻ കാർഡും അമ്മിണിക്കുണ്ട്. എന്നാൽ വസ്തുവിന് പട്ടയം നൽകാനുള്ള അപേക്ഷ നിരസിക്കപ്പെടുകയാണെന്നാണ് അമ്മിണിയുടെ പരാതി. ഞാൻ അവിടെ ഇല്ലായിരുന്നു. ഞാൻ വന്നപ്പോഴത്തേക്ക് എൻ്റെ വീടിന് ചുറ്റും മതിൽ കെട്ടി ഈ പാട്ട ചീറ്റ് വെച്ചിങ്ങനെ കുത്തി മറച്ച് എൻ്റെ ജയിലിൻ്റെ അകത്താക്കി വെച്ചിട്ട് വന്നു. തീരുമാനമായ എല്ലാവരും എനിക്ക് സഹായിച്ചു തരണമെന്ന് താഴ്മയായിട്ട് അത്. അമ്മിണിയുടെ പരാതിക്ക് പിന്നാലെ തൊടുപുഴ തഹസിൽദാർ സ്ഥലം സന്ദർശിച്ചു. ആരെങ്കിലും ഭൂമി കയ്യേറിയിട്ടുണ്ടെങ്കിൽ അവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്ന് തഹസിൽദാർ പറഞ്ഞു. ഞങ്ങൾ സർക്കാർ
സാക്ഷിയില്ലാത്തതിനാൽ വിധിപ്പുറത്തും നമുക്ക് ലഭിച്ചിട്ടില്ല. ഇനി കോടതിയിൽ തന്നെ ഈ സ്ഥലം സംബന്ധിച്ച് എന്തെങ്കിലും കേസുണ്ടോ എന്ന് അന്വേഷിക്കുകയും സ്ഥലം പരിശോധിക്കുകയും സ്ഥലത്ത് പട്ടയം കൊടുക്കാൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കുന്നതായിരിക്കും. അതായത് ഈ പട്ടയം മറ്റുള്ള കൊടുത്തു പോയി കഴിഞ്ഞ് ബാക്കിയുള്ള സ്ഥലത്തിന് പട്ടയം കൊടുക്കാൻ പറ്റുള്ളൂ. അവർ കൈവശം വെച്ചിരിക്കുന്ന എത്രയാണെന്ന് അറിയണം. 2 സെൻറ്റാണ് 2 സെൻറ്റ്, 4 സെൻറ്റാണ് 4 സെൻറ്റ് അനുസരിച്ച് പട്ടയം കൊടുക്കുന്നതായിരിക്കും. ഇതിനിടെ അമ്മിണിയുടെ സ്ഥലം കയ്യേറിയ വസ്തുവിന് എതിർകക്ഷിക്ക് പട്ടയം നൽകിയതായും അമ്മിണി ആരോപിച്ചു. ഇക്കാര്യം ഉന്നയിച്ച് നവകേരള സദസ്സിൽ ഉൾപ്പെടെ പരാതി നൽകിയിട്ടും നടപടിയാകാത്തതിൽ പ്രതിഷേധിച്ചാണ് ഈ 73-കാരിയുടെ സമരം. ന്യൂസ് 18 തൊടുപുഴ. ന്യൂസ് 18 വേണ്ടി ജി ശ്രീജിത്തിനൊപ്പം മാണി സി കാപ്പൻ MLA. കേരളത്തിലെത്തുന്ന സഞ്ചാരികൾക്ക് ചുരുങ്ങിയ ചെലവിൽ മുറി ലഭിക്കുന്നതിന് പൊതുമരാമത്ത് വകുപ്പിന്റെ റെസ്റ്റ് ഹൌസുകൾ ജനകീയ റെസ്റ്റ് ഹൌസുകളാക്കി മാറ്റുമെന്ന് പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി PA മുഹമ്മദ് റിയാസ്. തൃത്താല PWD റെസ്റ്റ് ഹൌസ് നവീകരണം ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. സർക്കാർ അനുവദിച്ച 55 ലക്ഷം രൂപ ഉപയോഗിച്ചാണ് തൃത്താല PWD റെസ്റ്റ് ഹൌസിൽ നവീകരണം നടത്തുന്നത്. പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി PA മുഹമ്മദ് റിയാസ് നവീകരണ പ്രവൃത്തി ഉദ്ഘാടനം ചെയ്തു. കേരളത്തിലെത്തുന്ന സഞ്ചാരികൾക്ക് ചുരുങ്ങിയ ചെലവിൽ മുറി ലഭിക്കുന്നതിന് പൊതുമരാമത്ത് വകുപ്പിന്റെ റെസ്റ്റ് ഹൌസുകൾ ജനകീയ റെസ്റ്റ് ഹൌസുകളാക്കി മാറ്റും. മലബാറിന്റെ സാധ്യതകളെ ഫലപ്രദമായി ഉപയോഗപ്പെടുത്തിയാൽ മലബാറിലെ ടൂറിസം മേഖലയിൽ കൂടുതൽ സഞ്ചാരികളെത്തും. അത് സംസ്ഥാന ടൂറിസത്തിന് സഹായകരമാകുമെന്നും മന്ത്രി പറഞ്ഞു. സഞ്ചാരികൾ കുറെ പേർ 5 സ്റ്റാർ ഹോട്ടൽ പ്രിഫർ ചെയ്യുന്നവരുണ്ട്. എന്നാൽ സഞ്ചാരികളിൽ വലിയൊരു ശതമാനവും സാധാരണ മനുഷ്യരാണ്. അവർക്ക് ചുരുങ്ങിയ ചെലവിൽ റൂം ലഭിക്കുക, അതിന് പൊതുമരാമത്ത് വകുപ്പിന്റെ റെസ്റ്റ് ഹൗസുകളെ ജനകീയ റെസ്റ്റ് ഹൗസുകളായി പീപ്പിൾസ് റെസ്റ്റ് ഹൗസുകളാക്കി മാറ്റിയാൽ മലബാർ മേഖലയിൽ പ്രത്യേകിച്ച് കൂടുതൽ സഞ്ചാരികൾ വരാൻ ഇടയാകും എന്നൊരു കാഴ്ചപ്പാട് ഞങ്ങൾക്കുണ്ടായി. തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി MP രാജേഷ് അധ്യക്ഷനായി. റെസ്റ്റ് ഹൌസിന് പിറകിൽ ഭാരതപ്പുഴയോട് ചേർന്ന് ലാൻഡ്സ്കേപ്പിംഗ് പ്രവൃത്തിയും പഴയ കെട്ടിടത്തിന്റെയും ശുചിമുറിയുടെയും അറ്റകുറ്റപ്പണികളും ഇതിലുൾപ്പെടും. 2021 ഓൺലൈൻ ബുക്കിംഗ് ആരംഭിച്ചതിനു ശേഷം 2 വർഷം കൊണ്ട് തൃത്താല റെസ്റ്റ് ഹൌസിൽ 561 പേരാണ് ഓൺലൈനിലൂടെ മുറി ബുക്ക് ചെയ്തത്. ന്യൂസ് 18 പട്ടാമ്പി. ഡിജിറ്റൽ സാക്ഷരത കൈവരിച്ച് കൊട്ടാരക്കര നഗരസഭ ഡിജിറ്റൽ സാക്ഷരതാ പ്രഖ്യാപനവും 3 പദ്ധതികളുടെ ഉദ്ഘാടനവും മന്ത്രി KN ബാലഗോപാൽ ഉദ്ഘാടനം ചെയ്തു. നഗരസഭയിലെ 21, 24 വാർഡുകളായ നീലേശ്വരം, ഗാന്ധിമുക്ക് എന്നിവിടങ്ങളിലാണ് ഡിജിറ്റൽ സാക്ഷരതാ ക്യാമ്പയിൻ ആദ്യം പൂർത്തിയായത്. 2 വെൽനസ് സെന്റർ തുടങ്ങുന്നതിന് 82 ലക്ഷം രൂപയാണ് അനുവദിച്ചിട്ടുള്ളത്. തുടർ പ്രവർത്തനങ്ങൾക്കായി 26 ലക്ഷവും അനുവദിച്ചിട്ടുണ്ട്. തൃക്കണ്ണമംഗലത്തും മുസ്ലിം സ്ട്രീറ്റിലുമാണ് ആരംഭിക്കുന്നത്. ഇതിൽ തൃക്കണ്ണമംഗലിലെ കേന്ദ്രമാണ് ഉദ്ഘാടനം ചെയ്തത്. ഒരു ഡോക്ടർ, സ്റ്റാഫ് നഴ്സ്, ഫാർമസിസ്റ്റ്, മൾട്ടിപർപ്പസ് വർക്കർ എന്നിങ്ങനെയാണ് ജീവനക്കാർ. നഗരസഭയിലെ ജലസ്രോതസ്സുകൾ, ജലലഭ്യത, ജലദൗർലഭ്യം, ആവശ്യകത എന്നിവ സംബന്ധിച്ച് സമഗ്ര പഠനം നടത്തിയാണ് ജലബജറ്റ് തയ്യാറാക്കിയത്. ഹരിത കേരള മിഷന്റെ നേതൃത്വത്തിലായിരുന്നു പ്രവർത്തനങ്ങൾ. ഡിജിറ്റൽ സാക്ഷരത, നഗരസഭാ പ്രഖ്യാപനവും 3 ഉദ്ഘാടനവും ഒരേ വേദിയിൽ ധനമന്ത്രി KN ബാലഗോപാൽ നിർവഹിച്ചു. ഇതിന്റെ സർട്ടിഫിക്കറ്റ് നൽകുന്നതും സാക്ഷരത നൽകുന്നതുമായ പരിപാടി തദ്ദേശ ദിനത്തിനോടനുബന്ധിച്ച് ചെയ്യാമെന്ന അഭിപ്രായം ഞാൻ പറഞ്ഞിരുന്നു. ഞാനിപ്പോഴും അതേ അഭിപ്രായം പറയാനാണ്. സംസ്ഥാനത്തെ 1000-ഓളം വരുന്ന പഞ്ചായത്ത്, മുനിസിപ്പൽ കോർപ്പറേഷൻ ഭാരവാഹികളെല്ലാം വരുന്ന സ്ഥലത്ത് വെച്ച് കൊട്ടാരക്കര മുനിസിപ്പാലിറ്റി ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരത നേടിയ പഞ്ചായത്തിന്റെ സർട്ടിഫിക്കറ്റ് അവിടുന്ന് നമുക്ക് വാങ്ങാൻ കഴിയുന്ന തരത്തിലേക്ക് ഈ പ്രവർത്തനം പൂർത്തീകരിച്ചിട്ടുണ്ട്. ന്യൂസ് 18 കൊട്ടാരക്കര. അയോധ്യ രാമജന്മഭൂമിയിൽ ക്ഷേത്രത്തിനായി വർഷങ്ങൾക്ക് മുമ്പ് ചുവരെഴുത്തുണ്ടായ സ്ഥലമാണ് കാസർഗോഡ് ജില്ലയിലെ ചേറ്റുകുണ്ട്. രാമക്ഷേത്രത്തിനായി അന്നെഴുതിയത് ഇന്ന് യാഥാർത്ഥ്യമാകുമ്പോൾ വലിയ സന്തോഷത്തിലാണ് ചേറ്റുകുണ്ടിലെ വിശ്വാസികൾ. കാഞ്ഞങ്ങാട് കാസർഗോഡ് സംസ്ഥാന പാതയിൽ ചേറ്റുകുണ്ട് റെയിൽവേ ഗേറ്റിന് സമീപത്താണ് ഈ പഴയ കെട്ടിടവും ചുമരെഴുത്തുമുള്ളത്. 1989 രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിന്റെ ആഹ്വാനപ്രകാരം രാമജന്മഭൂമി ക്ഷേത്രത്തിനായി രാജ്യമെമ്പാടും ചുവരെഴുത്ത് നടത്തിയത്. നാട്ടിൽ പലയിടത്തും ചുവരെഴുത്തുകൾ ഉണ്ടായിരുന്നെങ്കിലും ചേറ്റുകുണ്ടിലെ ചുവരെഴുത്ത് മാറ്റാൻ സമ്മതിച്ചില്ല. അന്ന് ശ്രീരാമ ജന്മഭൂമി ക്ഷേത്രത്തിനായി ആഗ്രഹിച്ചിരുന്നെങ്കിലും സ്വപ്നം യാഥാർത്ഥ്യമാകുമെന്ന പ്രതീക്ഷയില്ലായിരുന്നു. RSSന്റെ നേതൃത്വത്തിൽ വിശ്വ ഹിന്ദു പരിഷത്ത് അയോധ്യ പ്രക്ഷോഭം ഏറ്റെടുക്കുന്ന സമയത്ത് ഭാരതത്തിലെ എല്ലാ പ്രദേശങ്ങളിലും ഈ പ്രക്ഷോഭം നടന്നിട്ടുണ്ട്.
ഇതിന് കർസേവകർ സ്വയം സേവകരായി പങ്കെടുത്തിട്ടുണ്ട്. ആ സമയത്ത് എല്ലാ പ്രദേശങ്ങളിലും ശിലാപൂജനം നടത്തിയിട്ടുണ്ട്. എല്ലാ വീടുകളിലും കേന്ദ്രീകരിച്ചുകൊണ്ട് ശിലാപൂജനം നടത്തിയിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് ചുമരെഴുത്തുകൾ എഴുതണം എന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവിടെയും ചുമരെഴുത്ത് എഴുതിയത് ചേറ്റുകുണ്ടിൽ. അപ്പോൾ മറ്റ് പ്രദേശങ്ങളിലൊക്കെ തന്നെ ആ ചുമരെഴുത്തുകൾ മായ്ക്കപ്പെട്ടു. ഇവിടെ അത് RSS ഹൈന്ദവ സംഘടനകളുടെ ഈറ്റില്ലമാണ് ചേറ്റുകുണ്ട് എന്ന് പറയുന്ന പ്രദേശം. അതുകൊണ്ട് ഇവിടുത്തെ ഹൈന്ദവ സഹോദരിമാർ അത് മായ്ച്ചു കളയാൻ വേണ്ടി അനുവദിച്ചില്ല, അതിനെ സംരക്ഷിച്ചു. അതുകൊണ്ടാണ് അത് ഇത്ര കാലമായിട്ട് ഇവിടെ ഇങ്ങനെ ഒരു കേടുപാടും സംഭവിക്കാതെ അത് നിലനിൽക്കുന്നത്. തർക്കഭൂമി തകർക്കപ്പെട്ട കാലങ്ങളിൽ ചേറ്റുകുണ്ടിൽ നിരവധി അക്രമങ്ങൾ അരങ്ങേറിയിരുന്നു. രാമക്ഷേത്രം യാഥാർത്ഥ്യമാകുമ്പോൾ പഴയതെല്ലാം മറന്ന് സന്തോഷത്തിലാണ് വിശ്വാസികൾ. പ്രാണപ്രതിഷ്ഠാ ദിനത്തിൽ വിപുലമായ ആഘോഷ പരിപാടികളും പ്രത്യേക പൂജകളും സംഘടിപ്പിക്കാൻ ഒരുങ്ങുകയാണ് ഹൈന്ദവ സംഘടനകൾ. ന്യൂസ് 18 കാസർഗോഡ്. നാട്ടുവർത്തമാനം പൂർണ്ണമാവുകയാണ്. ഇടവേളയ്ക്ക് ശേഷം പ്രഭാത കേരളത്തിൽ അശ്വതി എത്തും. നമസ്കാരം. മഞ്ചേശ്വരം മുതൽ കളിയിക്കാവിള വരെ കേരളത്തിന്റെ ഓരോ വാർത്താ സ്പന്ദനവും. ഞാൻ KB ബൈജു. ഓരോ മലയാളിയും റിപ്പോർട്ടർമാരാകുന്ന വാർത്താനുഭവം. വലിപ്പ ചെറുപ്പമില്ലാത്ത സകലമാന വാർത്തകളുടെ അരമണിക്കൂർ. സകലമാന കേരളം. ഈ പരിപാടി